ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറഞ്ഞെന്ന് കണക്ക്. 6928 കുട്ടികളാണ് സർക്കാർ സ്കൂളിൽ ഈ തവണ കുറഞ്ഞത്. എയ്ഡഡ് മേഖലയിലും കുട്ടികൾ കുറഞ്ഞതായി കണക്കുകൾ പറയുന്നു. 6ാം പ്രവൃത്തി ദിനത്തിലെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവന്നത്. അൺഎയ്ഡഡിലെ 1ാം ക്ലാസ്സിൽ 7944 കുട്ടികളുടെ വർധനവുണ്ടായെന്നും കണക്ക് വ്യക്തമാക്കുന്നു. തുടർച്ചയായി 2ാം വർഷമാണ് സർക്കാർ എയ്ഡഡ് മേഖലയിൽ കുട്ടികൾ കുറയുന്നതും അൺഎയ്ഡഡ് മേഖലയിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നതും. കോവിഡ് കാലത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കുട്ടികൾ ഒഴുകിയെത്തുന്നിടത്തു നിന്നാണ് ഇപ്പോൾ വീണ്ടും കുറവുണ്ടായിരിക്കുന്നത്. ഈ വർഷത്തെ കണക്കെടുക്കുന്ന സമയത്ത് തന്നെ വളരെ നോമിനലായിട്ടുള്ള കുറവ് മാത്രമേ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണക്കുറവിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 1,58,348 കുട്ടികളാണ് ഈ വർഷം 1ാം ക്ലാസ്സിൽ എയ്ഡഡ് മേഖലയിൽ പ്രവേശനം നേടിയതെങ്കിൽ കഴിഞ്ഞ വർഷം അത് 1,58,583 ആയിരുന്നു. വളരെ ചെറിയൊരു എണ്ണക്കുറവ് മാത്രമേ എയ്ഡഡ് മേഖലയിലുള്ള 1ാം ക്ലാസ് പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളൂ. നേരെ മറിച്ച് ഗവൺമെൻറ് സെക്ടറിൽ നോക്കുന്ന സമയത്ത് അത് ഏകദേശം ഒരു 6,000-7,000 എണ്ണത്തിൻ്റെ കുറവ് ഗവൺമെൻറ് സെക്ടറിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ അൺഎയ്ഡഡ് മേഖലയിലും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 39,918 എന്നുള്ളതിൽ നിന്ന് 1ാം ക്ലാസ്സിൽ ഇപ്രാവശ്യം 47,861 എന്നൊരു സംഖ്യയിലേക്ക് അത് ഉയർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 1-2 കാരണങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, ഈ കോവിഡാനന്തര കാലത്ത് ഒരു അൺഎയ്ഡഡിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു വർധനവാണ് ഈ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ ഇപ്പോഴായിട്ട് കാണുന്നത്. ഈ പറഞ്ഞതുപോലെ ജനന നിരക്കിലുള്ള കുറവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അധ്യാപക സമൂഹത്തെയും രക്ഷിതാക്കളെയും അതേപോലെ തന്നെ വിദ്യാർത്ഥികളെയും ഒക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു പരിഷ്കരണത്തിനും ഒരു ഇടപെടലിനും മാത്രമേ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഒരു സംതൃപ്തമായ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രമേ പൊതുവിദ്യാലയങ്ങളെ പുനരുജ്ജീവിച്ചെടുക്കാൻ കഴിയുള്ളൂ. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും അത് ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് പൊതുവിദ്യാലയങ്ങളെ കൂടുതൽ കരുത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.